വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് നിങ്ങൾ മുമ്പിൽ കാണുന്ന ദൃശ്യങ്ങളെന്ന് പറയുന്നത് നവരാത്രി മഹോത്സവത്തോടനുബന്ധിച്ച് ദാനാപൂർ മുതൽ പട്ന വരെയുള്ള ലൈറ്റിങ്ങും അതിന് വേണ്ടിയിട്ടുള്ള ഡെക്കറേഷൻസൊക്കെ നിങ്ങളെ ഒന്ന് കാണിച്ചു തരാമെന്ന് കരുതിയിട്ടുള്ള വീഡിയോ ആണ്. ബീഹാറിൽ എങ്ങനെയാണ് നവരാത്രി എന്ന് ആഘോഷിക്കുക. നവരാത്രി എന്ന് പറയുമ്പോൾ തന്നെ 9 രാത്രികൾ എന്നതാണ്. മഹാശക്തി സ്വരൂപിണിയായ ദുർഗാദേവിയുടെ 9 രൂപങ്ങളെ പ്രതിനിധീകരിച്ചുകൊണ്ട് 9 ദിവസം ഇവരെടുക്കുന്ന ഒരു ചടങ്ങാണ് ഈ നവരാത്രി മഹോത്സവം എന്നതുകൊണ്ട് ഇവിടെ നമ്മുടെ നാട്ടിലെ പോലെ സരസ്വതി ദേവിയെ പൂജിച്ചുകൊണ്ട് നമ്മൾ പുസ്തകം പൂജ വയ്ക്കുകയും പൂജ എടുക്കുകയൊക്കെ ചെയ്യുകയല്ലേ ചെയ്യുന്നത്. പക്ഷേ ഇവിടെ എന്ന് പറയുമ്പോൾ ബീഹാറിൽ അങ്ങനൊരു ചടങ്ങല്ല ഈ നവരാത്രിയെ അനുബന്ധിച്ച്. അവർ 8ാമത്തെ ദിവസം 8, 9, 10 അതാണ് അവർക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. 8, 9, 10 ആണെങ്കിൽ തന്നെ നവരാത്രി 1 മുതൽ 10 ദിവസം വ്രതമെടുത്ത് നിൽക്കുന്ന ആൾക്കാരും ഇവിടെ ഉണ്ട്. എല്ലാം അതിൻ്റെ ഭാഗമായിട്ടുള്ള ഡെക്കറേഷൻസ് എല്ലായിടവും എല്ലാ സൈഡിലും എല്ലാ സൈഡുകളിലും നിങ്ങൾക്ക് ഡെക്കറേഷൻസ് കാണാൻ കഴിയും. പിന്നെ ഇത് 8ാമത്തെ ദിവസമാണ്. നാളെ 9ാമത്തെ ദിവസം എന്ന് പറയുമ്പോൾ ഇവിടെ കന്യാപൂജ ആണുള്ളത്. കന്യാപൂജ എന്ന് പറയുമ്പോൾ ദുർഗാദേവിയുടെ 9 രൂപങ്ങളും ഒരാൺകുട്ടിയും അങ്ങനെ ഉൾപ്പെടുത്തി 10 കുട്ടികൾക്ക് കന്യകകളായ 9 പെൺകുട്ടികളും ഒരു ആൺകുട്ടി ഉൾപ്പെടെ 10 കുട്ടികൾക്ക് ഒരു വീട്ടിലോട്ട് ക്ഷണിച്ച് വരുത്തി അവരുടെ പാദപൂജ ചെയ്തും അവർക്ക് ഫുഡ് കൊടുത്തും ഗിഫ്റ്റ് കൊടുത്തും ഒക്കെയുള്ള ഒരു ഫങ്ഷനാണ്. അത് ഇവിടെ ഞാനൊരു വീട്ടിൽ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോൾ നാളെ നിങ്ങൾക്ക് ആ ഒരു വീഡിയോ എടുത്തിട്ട് ഞാൻ കാണിക്കുന്നതായിരിക്കും. പിന്നെ ഇവിടുത്തെ ചില പ്രത്യേകതകളും അതിൻ്റെ കൂടെ നിങ്ങളെ കാണിച്ചു തരാം. റോഡിലൊക്കെ നോക്കി വല്ലാണ്ട് തിരക്കാണ്. അവർക്കെന്ന് വെച്ചാൽ വലിയൊരു ഫെസ്റ്റിവലാണ് ഇത്. നമ്മുടെ നാട്ടിലെ ഉത്സവങ്ങളൊക്കെ പോലെ തന്നെ ഉള്ള ഒരു വലിയ ഫെസ്റ്റിവലാണ് ഇതിവിടെ നടക്കുന്നത്. 1 to 10 ദിവസം വരെ. ഇതിന് ശേഷം 10ാമത്തെ ദിവസമാണ് ഇവരിവിടെ ദസറ ആഘോഷിക്കുന്നത്. ദസറ പട്നയിൽ രാവണനെ ദഹനം ചെയ്യുന്ന പ്രോഗ്രാമുകളൊക്കെ ഉണ്ട്. വല്ലാണ്ട് തിരക്കാണ് ഇവിടെ. ആ ഒരു ടൈമിലേക്ക് 2-3 കൊച്ചു പിള്ളേർ വന്നിട്ട് ആ വണ്ടിക്കാരൻ അടിച്ചിട്ട് ഒരു ആക്സിഡൻറ്റ് ഉണ്ടായിട്ടാണ്. ഒന്നും പറയാൻ പറ്റത്തില്ല. ട്രാഫിക് മാനേജ് ചെയ്യാൻ ഇവിടെ ഭയങ്കര പാടാണ്. പട്നയിലോട്ട് ആ നേരത്തെ വീഡിയോ കാണിച്ച മറൈൻ ഡ്രൈവൊക്കെ പോകുന്ന ആ വഴികളെല്ലാം 2-3 ദിവസത്തേക്ക് അടച്ചിട്ടിരിക്കുകയാണ് അവിടെ. അതുവഴി വണ്ടികളൊന്നും പോകാനായിട്ട് ഒന്നും പറ്റത്തില്ല. എല്ലാ കാര്യം ഇതുപോലുള്ള സൈഡുകളിലെല്ലാം ഡെക്കറേഷൻ ചെയ്ത് ദുർഗാദേവിയുടെ മറ്റ് ദേവതകളുടെയൊക്കെ സ്റ്റാച്യൂസൊക്കെ അവിടെ വെച്ചിട്ടുണ്ട്. അതിൻ്റെ പ്രത്യേക പൂജകളൊക്കെ നടക്കുന്നത്. അപ്പോൾ അത് കാരണം അവിടെ വല്ലാണ്ട് തിരക്കുകളാണ്. അതുകൊണ്ട് ഈ ദസറ വേറെ ഇവിടെ ദസറ കഴിഞ്ഞ് കഴിയുമ്പോൾ പിന്നെ ഇവിടെ വരുന്നതെന്ന് പറയുന്നത് ദീപാവലിയുടെ ഡെക്കറേഷൻസും കാര്യങ്ങളും ഇതേപോലെയുള്ള തിരക്ക്. ഈ ഒരു സെപ്റ്റംബർ ലാസ്റ്റ് ഒക്ടോബർ മാസങ്ങളെന്ന് പറയുമ്പോൾ ഇവിടെ ഫെസ്റ്റിവലിൻ്റെ സീസണാണ്. ഏറ്റവും കൂടുതൽ ഫെസ്റ്റിവൽസിൽ ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും കൂടുതൽ ഉള്ളവരിന് മിക്കവാറുമുള്ള സ്റ്റേറ്റിലൊക്കെ ഞാൻ പോയിട്ടുണ്ടെങ്കിൽ ഇതേപോലെ ഫെസ്റ്റിവൽസ് ഉള്ളത് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. പിന്നെ ഇവരെല്ലാം ഭയങ്കര ഭക്തിയോടെ കൂടിയാണ് കേട്ടോ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഇവർക്ക് ഭയങ്കര ഭക്തിയാണ്. പിന്നെ ഇവിടെ മാത്രം കണ്ടുവരുന്നൊരു പൂജയാണ് ഛഠ് പൂജ എന്ന് പറയുന്നത്. അതിൻ്റെ വീഡിയോസും ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള വീഡിയോസൊക്കെ നിങ്ങൾക്ക് കാണാൻ താല്പര്യമുള്ള എല്ലാവരും എൻ്റെ ചാനലിൽ ലൈക്ക് ചെയ്യുകയും സപ്പോർട്ട് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും വേണം. അപ്പം എങ്കിലേ നിങ്ങളുടെ മുമ്പിൽ ഇങ്ങനെയുള്ള വീഡിയോസൊക്കെ എത്തുകയുള്ളൂ. എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണണം മുന്നോട്ടുള്ള വീഡിയോസ്. ഒരുപാട് നല്ല നല്ല ഡെക്കറേഷൻസും ഇതുമൊക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അവിടെ ഓരോരോ തിന്മയുടെ മേൽ നന്മയുടെ വിജയമാണ് ഈ നവരാത്രി എന്ന് പറയുന്നത്. അപ്പം നന്മ മനസ്സുള്ള എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ വീഡിയോസ് എടുക്കുന്നത്. ഞാനങ്ങനെ പുറത്ത് വന്ന് ഇവിടെ ഭയങ്കര തിരക്കായത് കാരണം 2-3 വർഷങ്ങളായിട്ട് ഞാൻ ഇവിടെ ഉണ്ട്. പക്ഷേ ഞാൻ ഇങ്ങനൊന്നും വന്നിട്ടിങ്ങനെ വീഡിയോസൊന്നും എടുത്തിട്ടില്ല. അപ്പം ഒരു ചാനൽ തുടങ്ങിയപ്പം നല്ലവരായ എൻ്റെ ഫ്രണ്ട്സിനെ കൂടെ കാണിക്കാമെന്ന് കരുതിയിട്ടാണ് ഇങ്ങനൊരു വീഡിയോസൊക്കെ എടുക്കുന്നതും പോയതുമൊക്കെ. ഭയങ്കര തിരക്കെന്ന് വെച്ചാൽ ഇവിടെ ട്രാഫിക് ഒരു രക്ഷയുമില്ല. ഒന്നാമത് ആൾക്കാർ തിങ്ങി നിറഞ്ഞ് താമസിക്കുന്ന സ്ഥലം. അപ്പോൾ അതിന് കൂടെ ഇങ്ങനെ ഒരു പൂജ ഇങ്ങനെ ഫെസ്റ്റിവലൊക്കെ ആണെന്ന് പറയുമ്പോഴത്തേക്ക് തന്നെ അവരിവിടെ എന്ന് പറയുന്ന വലിപ്പ ചെറുപ്പങ്ങളൊന്നുമില്ല. എല്ലാവരും ഭയങ്കര ഭക്തിയോടുകൂടി ഇങ്ങനെയുള്ള ഫെസ്റ്റിവൽസൊക്കെ അവർ ആഘോഷിക്കാറുണ്ട്.
അതിന് വേണ്ടിയിട്ട് അവർ കാശ് ചിലവാക്കുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ പറയും ഇത്രയും ദാരിദ്ര്യം ഇതുള്ള ഒരു നാട്ടിലാണോ ഇത്രയും ഫെസ്റ്റിവലൊക്കെ വരുമ്പോൾ ഇങ്ങനെ വലിയ ആഘോഷത്തോടുകൂടി ഇവരിതിനെ കാണുകയും സ്വീകരിക്കുകയൊക്കെ ചെയ്യുന്നത് കാണുമ്പോൾ തന്നെ നമുക്കൊരു സന്തോഷമാണ്. റോഡുകളാണെങ്കിലും വീടുകളാണെങ്കിലും കടകളാണെങ്കിലും ഹോട്ടലുകൾ നോക്ക്. ഇപ്പം നിങ്ങളുടെ മുന്നിൽ കാണുന്നത് ഒരു ഹോട്ടലാണ്. അത് എന്ത് രസമുണ്ട് നൈറ്റിലിങ്ങനെ കാണാൻ. ഫുള്ള് റെഡ് കളറിൽ അലങ്കരിച്ചിട്ട്, അതേപോലെ തന്നെ പാലങ്ങളുടെ ബ്രിഡ്ജുകളുടെ എല്ലാം ഇങ്ങനെ ലൈറ്റ് സെറ്റിങ് ഇത്രയും കൊടുത്ത് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതിനിടയിലെല്ലാം ഇങ്ങനെ ഓരോരോ വെറൈറ്റി ലൈറ്റുകൾ സെറ്റ് ചെയ്ത് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. കാണാൻ നല്ല രസമാണത്. ഇത് കുടയ്ക്കകത്ത് ഇങ്ങനെ ലൈറ്റ് സെറ്റ് ചെയ്തിട്ട് ഫുള്ള് അവിടെ കുടകൾ കൊണ്ട് ഇങ്ങനെ അലങ്കരിച്ച് വെച്ചിരിക്കുക. സൈഡിലൊക്കെ വഴിയോരങ്ങളിലെല്ലാം സ്ട്രീറ്റ് ഫുഡുകാരുടെ തിരക്കാണ് അവിടെ. എല്ലാം മോമോസ്, മസാല ദോശാസ്, അങ്ങനെ ഒരുപാട് ഐറ്റം, പോപ്കോൺ, അങ്ങനെ ഒരുപാട് ഐറ്റംസ് കൊണ്ട് ഇങ്ങനെ എനിക്ക് അതിൻ്റെ ഇടയിൽ തിരക്ക്. ഇതിപ്പോൾ വണ്ടിയൊന്നും അങ്ങോട്ട് കുഴപ്പമില്ല, നടന്ന് തന്നെ പോയി കാണണം. പിന്നെ ഇടയ്ക്കിടയ്ക്ക് എല്ലായിടത്തെല്ലാം നല്ല പൂജകളുണ്ട്. ദുർഗാദേവിയുടെ വിഗ്രഹം വെച്ചിട്ട് അതിൻ്റേതായിട്ടുള്ള പൂജാസ് നടക്കുന്നുണ്ട് അവിടെ. പിന്നെ ചെടി പ്രസാദങ്ങളും വന്നാൽ അത്. അപ്പം നിങ്ങൾക്കെല്ലാം ഈ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോ എന്ന് പറയുമ്പോൾ കന്യാപൂജയുടെ വീഡിയോ ആണ് വരുന്നത്. അതും കാണാൻ മറക്കരുത്. അത് ഞാൻ ഇവിടെ ഒരു വീട്ടിൽ പോയി എടുത്ത് ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരെയും കാണാൻ മറന്നു പോകരുത്. നന്മയുടെ മേൽ തിന്മയ്ക്കുള്ള വിജയമായതുകൊണ്ട് നല്ല മനസ്സുള്ള എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. എല്ലാവർക്കും ഹാപ്പി നവരാത്രി.